ഒരു മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് വാങ്ങാൻ ചെന്നപ്പോൾ എന്റെ അടുത്ത് ഒരു പെൺകുട്ടി 20 വയസ്സിൽ താഴെ വളരെ ആത്മവിശ്വാസപൂർവ്വം വന്നിട്ട് അവിടുത്തെ മെഡിക്കൽ ഷോപ്പുകാരനോട് ഐപിൽ വേണം എന്ന് പറഞ്ഞ് വളരെ കൂളായിട്ട് വാങ്ങിക്കൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു. അത് കണ്ടപ്പോൾ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അവസ്ഥയാണ് ഓർമ്മ വന്നത്. വിവാഹത്തിന് ശേഷം ഒരു കോണ്ടം വാങ്ങുവാനായിട്ട് ഞാൻ ഒരു മെഡിക്കൽ ഷോപ്പിൽ പോകുമ്പോൾ അവിടെ നോക്കും, അവിടെ ആരെങ്കിലും ഉണ്ടോ? സെയിൽസ്മാൻ മാത്രമാണോ ഉള്ളത്? ഒരാൾ മാത്രമാണോ ഉള്ളത്? സ്ത്രീകളുണ്ടെങ്കിൽ അവിടെ പോകില്ല. ഇനി അവിടെ ചെല്ലുമ്പോൾ വേറെ കസ്റ്റമർ ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ടാബ്ലറ്റ് വാങ്ങിയിട്ട് അവിടെ നിന്ന് പോരുന്നു. ഒരു ചമ്മലായിരുന്നു. ഒറ്റയ്ക്ക് ഒരു മെഡിക്കൽ ഷോപ്പുകാരൻ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മാത്രം വാങ്ങുവാനുള്ള ആത്മവിശ്വാസമേ അന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഈ കുട്ടികൾ എന്ത് ആത്മവിശ്വാസമാണ് കാണിക്കുന്നത്? പലപ്പോഴും നമ്മൾ കാണുന്ന പ്രസവശേഷ കുട്ടികളെ ഉപേക്ഷിച്ച് പോകുന്ന കഥകളിലൊക്കെ തന്നെ ഒരു കോൺട്രാസെപ്റ്റീവ് പോലും മെഡിക്കൽ ഷോപ്പിൽ പോയി വാങ്ങുവാൻ ആത്മവിശ്വാസമില്ലാത്ത ആളുകൾക്കാണ് ഇത്തരം അബദ്ധങ്ങൾ പറ്റുന്നത്. എന്തിനാണ് മടിക്കുന്നത്? ശാരീരിക ബന്ധം വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ വളരെ ആകസ്മികമായിട്ട് പ്രതീക്ഷിക്കാത്ത സമയത്തും ഒക്കെ ഒരു ശാരീരിക ബന്ധം സാധിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുശേഷം അൺവാണ്ടഡ് പ്രഗ്നൻസി ഒഴിവാക്കുവാനായിട്ട് ഒരു ഐപ്പിൽ മതി എന്നുള്ള അറിവ് പോലും ഇല്ലാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്. പണ്ടൊക്കെ കോൺട്രാസെപ്റ്റീവ് വാങ്ങുക ഒരു പുരുഷന്റെ മാത്രം ജോലിയായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ത്രീകളും മുന്നോട്ട് വരുന്നു എന്നുള്ളത് സന്തോഷകരം. സ്ത്രീകൾ മനസ്സിലാക്കേണ്ടത് പുരുഷനേക്കാൾ അത് കൂടുതൽ ആവശ്യകത നിങ്ങൾക്കാണ്. പണ്ടൊരു പരസ്യമുണ്ടായിരുന്നു. ഒരാൾ ആത്മവിശ്വാസത്തോടെ ഒരു കടയിൽ ചെന്നിട്ട് മോഡ്സ് പ്ലീസ് എന്ന് ചോദിക്കുന്ന ഒരു പരസ്യം. ആ പരസ്യമൊക്കെ എനിക്ക് ഉണ്ടാക്കിയ ആത്മവിശ്വാസം വളരെ വലുതായിരുന്നു. അപ്പോൾ ആവശ്യം വരുന്ന ഘട്ടങ്ങളിൽ ഒട്ടും ചമ്മൽ കൂടാതെ മെഡിക്കൽ ഷോപ്പിൽ ചെന്നിട്ട് ധൈര്യപൂർവ്വം ചോദിക്കണം, കോണ്ടം പ്ലീസ് അല്ലെങ്കിൽ ഐപിൽ പ്ലീസ്.